ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആഫ്രിക്കൻ ഹിൽ വായാടി ബേർഡിനെ പറ്റിയാണ്. മലയാളത്തിൽ വായാടി എന്ന് വിളിക്കുന്നത് സാധാരണയായി ബ്ലാബർ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെ സൂചിപ്പിക്കാനാണ്. ആഫ്രിക്കൻ ഹിൽ വായാടി എന്ന് പറയുമ്പോൾ സാധാരണ സൂചിപ്പിക്കുന്നത് ആഫ്രിക്കൻ ഹിൽ ബാബ്ലർ അല്ലെങ്കിൽ ബ്രോ ബാബ്ലർ എന്നറിയുന്ന പക്ഷിയെയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടൈഡോയ്സ് റെബ്ലസ് എന്നാണ്. ഈ പക്ഷി ലിയോത്രിച്ചിഡേ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. ഈ പക്ഷിയുടെ ശരീരത്തിന് മങ്ങിയ തവിട്ട് നിറമോ അല്ലെങ്കിൽ ചാരനിറമോ ആയിരിക്കും. ഇവയുടെ കണ്ണുകൾക്ക് ചുറ്റും അല്പം വെളുത്ത വലയം ഉണ്ടായിരിക്കും. നീളം 22 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ വരെ ഉണ്ടായിരിക്കും. വാൽ നീളം കൂടിയതും ശരീരഭാഗം താടി തോന്നുന്നതുമാണ്. ആഫ്രിക്കയിലെ പുൽമേടുകൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കും. കുറ്റിക്കാടുകളും തുറന്ന വന അതിർത്തികളും ആണ് ഇവയുടെ വാസസ്ഥലം. മനുഷ്യവാസ മേഖലകൾക്ക് സമീപത്തും ഈ പക്ഷികളെ കാണാനായി കഴിയുന്നു. ആഫ്രിക്കൻ കുന്നിൻ ചെരുവിലുള്ള ഈ വായാടി പക്ഷികളുടെ ഭക്ഷണം കീടങ്ങൾ, പുഴുക്കൾ, ചെറിയ പഴങ്ങൾ, വിത്തുകൾ എന്നിവയാണ്. ഇവയിലെ പല പക്ഷികളും ചേർന്ന് ഒരുമിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ഉച്ചത്തിലുള്ള കൂട്ടശബ്ദം ഉണ്ടാക്കാൻ ഈ പക്ഷികൾക്ക് കഴിയുന്നു. കൂട്ടമായി കൂടുകെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. ഒരു കൂട്ടിൽ 3-5 മുട്ടകൾ പെൺപക്ഷി ഇട്ടിരിക്കും. 12-15 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ വിരിയുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാ പക്ഷികളും ചേർന്നാണ് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. വളരെ സാമൂഹിക സ്വഭാവമുള്ള പക്ഷികളാണ് ആഫ്രിക്കൻ ഹിൽ വായാടി പക്ഷികൾ. ഈ പക്ഷികൾ പറക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓടിത്തിരിയലാണ്. കൂട്ടമായി ജീവിക്കുകയും പരസ്പരം കാവലിരിക്കുകയും ചെയ്യുന്നതിനാൽ ജീവൻ നിലനിർത്താൻ ഈ പക്ഷികൾക്ക് കൂടുതലായി സാധിക്കുന്നു. പ്രകൃതിയിൽ 5-7 വർഷം വരെ ജീവിക്കാറാണ് പതിവ്. പ്രകൃതിയിൽ ശത്രുക്കൾ കൂടുതലുള്ളതിനാൽ ആയുസ് കുറയാം. എന്നാൽ നല്ല ഭക്ഷണവും സുരക്ഷയും ലഭിക്കുകയാണെങ്കിൽ 8 വർഷം വരെയും ഈ പക്ഷികൾ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.